മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനായിരുന്ന ആനന്ദ് വിശ്വനാഥൻ വ്യാജ പീഡന പരാതിയിൽ വേദന അനുഭവിച്ചത് 11 വർഷമാണ്. ഒടുവിൽ നീതി ലഭിച്ചിരിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടങ്ങൾ നികത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം 24-നോടൊപ്പം ചേരുകയാണ്. 11 വർഷക്കാലം അത്ര ചെറിയ ഒരു കാലയളവല്ല. എങ്ങനെ അതിജീവിച്ചു ആ സമയം? ആദ്യം ഒരു അധ്യാപകനക്ക് പറ്റിയ ഒരു സംഭവമല്ല ഇത്. ഒരു അധ്യാപകനെതിരായിട്ട് ഇതുപോലുള്ള പരാതികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അതെല്ലാം അതിജീവിച്ചു വരാൻ കാരണം ഇത് കള്ളപ്പരാതിയായിരുന്നു. അത് ആദ്യം തൊട്ട് തന്നെ എനിക്ക് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം എന്ന് പറയപ്പെടുന്ന ആ ഒരു നിഗമനത്തിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയതും. പിന്നെ എന്റെ കാര്യങ്ങളെല്ലാം എന്റെ കുടുംബാംഗങ്ങൾക്കും എന്റെ ഫ്രണ്ട്സുകൾക്കും നേരത്തെ ഞാൻ ബോധിപ്പിച്ചിരുന്നു. അത് മാത്രമല്ല, എനിക്കൊരു ഉന്മേഷം കിട്ടി ഇത് ഫൈറ്റ് ചെയ്യണം. അങ്ങനെ നിയമപരമായിട്ട് 11 കൊല്ലമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ഫലമായിട്ടാണ് ഈ ഔട്ട്കം വന്നത്. അത് തീർച്ചയായിട്ടും നല്ല സംരംഭമാണ്. ഇത് മാതൃകാപരമായിട്ട് ബാക്കിയുള്ള അധ്യാപകന്മാർക്കും ഇനി ക്യാമ്പസുകളിൽ ഇതുപോലുള്ള നടപടികൾ ഉണ്ടാകരുതേ എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന 2014 നടന്നിട്ടുണ്ടോ ഈ കേസ് ഇങ്ങനെ വരുന്നതിന് വേണ്ടി? അങ്ങയോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധമുള്ള ആളുകളുണ്ടായിരുന്നു? വിരോധം ആൾറെഡി ഇവിടെ ഉണ്ടല്ലോ. കാരണം ഇത് ഞാൻ ചോദ്യം ചെയ്ത ഈ കോളേജ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇതേ സ്ഥലത്ത് 2005 ഒരു മണ്ണിടിച്ചിലുണ്ടാകാൻ കാരണം എന്താണ്? അനധികൃതമായിട്ട് ഇവിടെ നിന്ന് മണ്ണ് മാന്തി എടുത്തുവിട്ട് പോയതുകൊണ്ടാണ്. ഈ 10 ഏക്കർ സ്ഥലത്തു നിന്നുള്ള ഈ കോളേജ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിച്ചു. എന്നിട്ട് 2005 മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ലൂട്ട് ചെയ്തുകൊണ്ടുപോയി സാധനങ്ങളൊക്കെ. ഇത് തീർച്ചയായിട്ടും കോളേജ് എഡ്യൂക്കേഷന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം നടത്തി ലോസ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. ലോസ് എസ്റ്റിമേഷൻ ചെയ്യേണ്ടതായിരുന്നു. ലക്ഷക്കണക്കിന് സാധനങ്ങൾ പുറത്തുപോയി. അങ്ങനെ ആ സമയത്ത് അക്കാലത്ത് ഞങ്ങളെ കൊണ്ടിട്ട് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ കോളേജ് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടാക്കിയപ്പോൾ സമാന്തരമായിട്ട് ഈ പൊളിഞ്ഞ സ്ഥലം എങ്ങനെയാണ് കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷനെ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടു? കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലാണോ അതിന് കാരണം? അത് ഉണ്ടല്ലോ. കാരണം അവർക്ക് പൈസ ഉണ്ടാക്കലായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന 1-2 അധ്യാപകന്മാരെ അതിനുവേണ്ടി സഹായിച്ചു. അത് ടൂറിസ്റ്റുകൾ അന്ന് പറയുന്നത് ചിലപ്പോൾ ലിറ്ററസി മിഷനായിരിക്കും. എന്നും ലിറ്ററസി മിഷന്റെ പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ഇത് ചോദ്യം ചെയ്തു ഞാൻ. അപ്പോൾ ഞാൻ അവർക്ക് നോട്ടെടുപ്പുള്ളിയായിപ്പോയി. 2007 ഇവിടെ ഒരു കോപ്പിയടി ഉണ്ടായി. കോപ്പിയടി പരസ്യമായിട്ട് ക്ലാസ്സിൽ നിന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നോട്ട് ബുക്കൊക്കെ വെച്ച് എഴുതാൻ പറ്റുമോ? അത് ഞാൻ പിടിച്ചു. അതൊരു SFIക്കാരനായിരുന്നു. അവന് പിടിച്ചതിന്റെ അമർഷം കൊണ്ട് ഇവർ എന്ത് ചെയ്തു? അന്നത്തെ സ്ഥലം MLA ആയ രാജേന്ദ്രൻ തന്റെ മിനിസ്റ്റർ അതായത് MA ബേബിയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് ഒരു ലെറ്റർ മൂലം രേഖാമൂലം എഴുതി കൊടുത്ത് എന്നെ മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ ഞാൻ അത് ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്തു. അതിലൊരു നിഗൂഢമായിട്ട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി MLA. അപ്പോഴും എന്റെ മേലുള്ള അമർഷം പിന്നെയും വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിന്റെ ആവർത്തനമാണ് ഈ 14 നടന്ന സംഭവം. 14 കോപ്പി അടിച്ചെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പലില്ലേ അതറിയുന്നില്ല, കോളേജിലെ വനിതാ ടീച്ചർമാരില്ലേ അറിയുന്നില്ല, ഒരു 500 മീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനില്ലേ, അവിടെ ജനമൈത്രി പോലീസില്ലേ, പറയാറുന്നില്ലേ, കംപ്ലൈന്റ് കൊടുക്കാറുന്നില്ലേ? ഇവിടെയും ഒന്നും പോകാത്ത കുട്ടികൾ ഈ പരാതി 5-ാം തീയതി എന്ന് പറയപ്പെടുന്ന സംഭവം പരാതിപ്പെടുന്നത് 16-ാം തീയതിയാണ്. അത് എവിടെ വെച്ചിട്ടാണ്? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വെച്ചിട്ട് എഴുതിയെന്നാണ് പിള്ളേർ കോടതിയിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ എസ് രാജേന്ദ്രൻ അന്ന് MLA ആയിരുന്നു. എസ് രാജേന്ദ്രനോട് ഇടപെടൽ അന്നേരം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായി കാണുമെന്നാണ് എന്റെ ഒരു തോന്നൽ. വേറെ ഒന്നുമില്ല. ഞാനിപ്പോ എസ് രാജേന്ദ്രനെ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവർക്ക് ഇത് എന്തോ പറയുന്ന അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുന്ന ആ അധ്യാപകന്മാരെ കണ്ടിട്ട് അത് വേണ്ട, ഈ നാട്ടുകാരനാണ്, ഞങ്ങളത് അന്വേഷിക്കാമെന്ന് പറയാറുന്നില്ലേ? നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ഇവർക്കെതിരെ, ഈ കുട്ടികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മാനനഷ്ടം അങ്ങനെ എന്തെങ്കിലും മാനനഷ്ടം എന്ന് പറയപ്പെടുന്നത് എന്റെ വക്കീലുമായിട്ട് ഞാൻ ആദ്യം ചെയ്യേണ്ടത് എനിക്ക് തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ റിലീസ് ചെയ്യാം. അത് മേടിക്കണം. കാരണം എനിക്ക് കുടുംബമില്ലേ. 11 വർഷമായിട്ടുള്ള തുക 2021 വരെ ഞാൻ മേടിച്ചിരുന്നു. എന്റെ ഡിപ്പാർട്ട്മെന്റിലെ സമാന്തരമായിട്ടുള്ള ഒരു എൻക്വയറി ഉണ്ടായിരുന്നല്ലോ, ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി. അത് ഈ വക കാര്യങ്ങളെല്ലാം നോക്കാതെ ഏകപക്ഷീയമായിട്ട് എന്നെ കുറ്റക്കാരനാക്കി 2 വാർഷിക ഇൻക്രിമെന്റ് കട്ട് ചെയ്ത് സസ്പെൻഡ് ചെയ്ത കാലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പുനഃസ്ഥാപിക്കണം. അതിനുവേണ്ടി ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോകേണ്ടി വരും. പിന്നെ
ഈ ആനുകൂല്യങ്ങളൊക്കെ മേടിച്ചാലും ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ വക്കീലുകളെ കൺസൾട്ട് ചെയ്തിട്ടേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. നിലവിലൊരു ചെറിയ തോതിലെങ്കിലും ഒരു ആശ്വാസമായിട്ടുണ്ടോ? അത് കേട്ടില്ലേ. അത് മാത്രമല്ല, അലർട്ടാണ്. കാരണം ഒരു കോളേജിലെ അധ്യാപകന്മാർക്ക് ഇപ്പം ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഹാപ്പി ആയിരിക്കണം. അവൻ ഹാപ്പി ആണെങ്കിൽ മാത്രമേ ക്ലാസ്സിനകത്ത് ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ യുദ്ധഭൂമിയിൽ എവിടെയാണ് ബോംബുണ്ടെന്ന് പറഞ്ഞിട്ട് കാലെടുത്ത് വെക്കുന്ന പോലെയാണല്ലോ. അപ്പോൾ ഒരു അധ്യാപകർക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ അവിടെ? കോളേജിൽ അത്തരത്തിലുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടാകണം. അതിനെ നോക്കാനാണ് ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും ഇവന്മാരൊക്കെ ഉള്ളത്. ഇവരാരും മനസ്സിലില്ലല്ലോ, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു. പക്ഷേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇനിയും വ്യാജ പരാതികൾ കൊണ്ട് ഏതെങ്കിലും ഒരാളെ ക്രൂശിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒത്തിരി വർഷങ്ങൾ കളയുന്നതിനു വേണ്ടിയോ ഉള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അത്തരം പരാതികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അധ്യാപകനും ആനന്ദ് വിശ്വനാഥൻ എന്ന ഈ അധ്യാപകനും പറയുന്നത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.